इस वीडियो में हमारा पाठ्यपुस्तक वसंत कक्षा 8 के क्या निराश हुआ जाए पाठ पढ़ने जा रहे हैं। यह हजारी प्रसाद द्विवेदी द्वारा लिखा हुआ एक निबंध है। निबंध എന്ന് പറഞ്ഞാൽ എസ്സേ. ഹസാരി പ്രസാദ് ദ്വിവേദി എഴുതിയൊരു നിബന്ധമാണ് ക്യാ നിരാശ് ഹുവാ ജായേ. ലേഖകൻ തൻ്റെ മനസ്സിനോട് തന്നെ ചോദിക്കുന്നതാണ്, എന്തുകൊണ്ടാണ് നീ നിരാശപ്പെടുന്നത്, എന്തിനാണ് നിരാശപ്പെടുന്നത് എന്ന് ചോദിക്കുന്നതാണ്. प्रस्तुत पाठ में लेखक ने दर्शाया है कि सच्चाई, ईमानदारी, प्रेम भाव, परोपकार, दया, करुणा आदि ऐसे भाव है जो समाज का आधार है और परिस्थितियाँ कितनी भी परिवर्तित होते रहे फिर भी इस प्रकार के सामाजिक मूल्यों का, मानुषिक मूल्यों को कभी भी समाप्त नहीं कर सकता अथवा कभी भी समाप्त नहीं हो सकता. साथ ही लेखक ने इस ओर भी संकेत किया है कि जीवन में अच्छे और बुरे सभी प्रकार के काम करने वाले लोग देखने को मिलते हैं, परंतु हमें अच्छे काम करने वालों को देखकर जीवन के प्रति आशावादी दृष्टिकोण अपनाना चाहिए. ഈ ലേഖനത്തിലൂടെ, ഈ എസ്സയിലൂടെ, നിബന്ധത്തിലൂടെ ലേഖൻ നമ്മളോട് പറയുന്നത് സമൂഹത്തിൽ നന്മ, ഈ സത്യസന്ധത, പ്രേമഭാവ, പരോപകാരം, ദയ, കരുണ, മമത മുതലായ സാമൂഹിക മൂല്യങ്ങൾ, ജീവിതത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ ഉണ്ട്. ഈ സമൂഹത്തിൽ എത്ര തന്നെ പരിവർത്തനങ്ങൾ ഉണ്ടായാലും ഈ തരത്തിലുള്ള മാനുഷിക മൂല്യങ്ങൾ ഒരിക്കലും നഷ്ടമാവുകയില്ല. അതേപോലെ തന്നെ ലേഖൻ നമ്മളോട് പറയുന്നത്, ഈ സമൂഹത്തിൽ अच्छे बुरे सभी प्रकार के काम करने वाले लोग रहते हैं, लोगों को देखने को मिलते हैं. ഈ സമൂഹത്തിൽ നല്ലതും ചീത്തയുമായ ഒരുപാട് ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ എല്ലാവരും നല്ല പ്രവൃത്തി ചെയ്യുന്നവരെ കണ്ട് അവരിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് ജീവിക്കാനാണ് നമ്മളോട് ഉപദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി പാഠം പഠിക്കാം. കഭി കഭി മേരാ മൻ ബൈഠ് ജാതാ ഹെ. മൻ ബൈഠ് ജാന എന്ന് പറഞ്ഞൊരു മുഹാവരയാണ്. ഇസ്കാ അർത്ഥ ഹോത്താ ഹെ നാരാശ് ഹോന, നിരാശ് ഹോന എന്നൊക്കെയാണ്. നമുക്ക് നിരാശ തോന്നുക, മനസ്സ് ഉദാസീനമാകുക എന്നൊക്കെയാണ്. സമാചാർ പത്രോ മേ ठगी, डकैती, चोरी, तस्करी और भ्रष्टाचार के समाचार भरे रहते हैं. നമ്മൾ രാവിലെ എടുത്ത് ന്യൂസ് പേപ്പർ വായിക്കുകയാണെങ്കിൽ ആ പത്രത്തിൽ മുഴുവൻ ठगी का मतलब है വഞ്ചന, ഡക്കൈതി കൊള്ള, ചോരി, മോഷണം, തസ്കരി കളവ്, മോഷണം, ഭ്രഷ്ടാചാർ, കൈക്കൂലി ഇതുപോലുള്ള വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ആരോപ പ്രത്യാരോപ का कुछ ऐसा वातावरण बन गया है कि लगता है देश में कोई ईमानदार आदमी ही नहीं रह गया है. എല്ലാവരും പരസ്പരം ആരോപ പ്രത്യാരോപ ഹേ, ഓരോരുത്തർ പരസ്പരം കുറ്റം പറയുക മാത്രമാണ്. എല്ലാവരും മറ്റുള്ളവരുടെ ദോഷം മാത്രം കണ്ടെത്തുകയാണ്. ഇത് കണ്ടാൽ നമുക്ക് തോന്നും ഈ ലോകത്ത് ഈമാൻദാർ ആത്മീ കോയി ബി ഈമാൻദാർ ആത്മീ രഘി നഹി ഗയാ ഹേ, ഈ ലോകത്ത് നന്മയുള്ള ഒരു മനുഷ്യൻ പോലും ജീവിച്ചിരിക്കുന്നില്ലേ എന്ന് നമുക്ക് തോന്നും. ഹർ വ്യക്തി സന്ദേഹ കി ദൃഷ്ടി സേ ദേഖാ ജാ രഹാ ഹെ, എല്ലാ ആളുകളെയും സംശയത്തിൻ്റെ ദൃഷ്ടിയിലൂടെയാണ് ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ജോ ജിത്തനെ ഹി ഊഞ്ചെ പദ് പർ ഹേ ഉനെ ഉത്തനെ ഹി അധിക ദോഷ് ദിഖായ ജാത്ത ഹെ. ഓരോരുത്തരുടെയും പദവി എത്ര ഉയർന്നതാണോ അതിനനുസരിച്ച് അവരിൽ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളും കൂടുതലാണ്, ദോഷങ്ങളും കൂടുതലാണ്. एक बहुत बड़े आदमी ने मुझसे एक बार कहा था कि इस समय सुखी वही है जो कुछ नहीं करता. ഒരു വലിയ ആൾ, ഒരു ഗ്രേറ്റ് മാൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ലേഖൻ പറയുകയാണ്, ഈ സമയത്ത്, ഈ കാലഘട്ടത്തിൽ ഏറ്റവും സുഖിമാന്മാരായ ആളുകൾ അവരാണ് ജോ കുച്ച് നഹീം കർത്ത, ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ആളുകളാണ് സുഖിമാന്മാർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ജോ കുച്ച് ബി കരേഗ ഉസ്മേ ലോഗ് ദോഷ് ഖോജ്നെ ലഗേങ്കെ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാലോ ആളുകൾ അതിൽ ദോഷം കണ്ടെത്താൻ ശ്രമിക്കും. ഉസ്കെ സാരേ ഗുണ ഭുലാ ദിയാ ജായേങ്കെ ഔർ ദോഷം കോ ബെടാ ചടാക്കർ ദിഖായ ജാനെ ലഗേഗ. അപ്പം നമുക്ക് തോന്നും മനുഷ്യർ അയാളുള്ള എല്ലാ ഗുണങ്ങളും മറന്നുപോയിട്ട് ആ ദോഷങ്ങളെ മുഴുവൻ ബെടാ ചടാക്കർ ദിഖാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയതാക്കി കാണിക്കും. ദോഷങ്ങളെല്ലാം അയാളിൽ എത്രമാത്രം ഗുണമുണ്ടെങ്കിലും അതെല്ലാം മറന്നിട്ട് അയാളുള്ള ദോഷങ്ങളെല്ലാം അങ്ങ് വലുതാക്കി എടുത്ത് കാണിക്കും. ദോഷ് കിസ്മേ നഹി ഹോത്തെ, ദോഷം ആരിലാണില്ലാത്ത? എല്ലാവരിലും ഉണ്ട് ദോഷങ്ങൾ, ഗുണവും ദോഷവും എല്ലാവരും ഉണ്ട്. യഹി കാരൺ ഹെ കി ഹർ ആദ്മി
ദോഷി അധിക ദിഖ് രഹാ ഹെ ഗുണി കം യാ ബിൽക്കുൽ ഹി നഹി നഹി. ആളുകളുടെ ഈ സ്വഭാവം കൊണ്ടാണ്, എന്തുകൊണ്ടാണ് ഹർ ആത്മീ ദോഷി അധിക ദിഖ് രഹാ ഹെ, ആളുകൾ കൂടുതൽ ആളുകൾ ദോഷമുള്ള ആളുകളാണ് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത്. ഗുണി കം യാ ബിൽക്കുൽ നഹി ഹെ, ഗുണവാന്മാരായ ആളുകൾ വളരെ കുറച്ച് അല്ലെങ്കിൽ കാണാനേ ഇല്ല എന്ന് പറയാം. അതിൻ്റെ കാരണം എന്താണ്? ആളുകൾ മറ്റുള്ളവരുടെ ദോഷങ്ങൾ മാത്രമാണ് കാണുന്നുള്ളൂ. സ്ഥിതി അഗർ ഏസി ഹേ തോ നിശ്ചയ ഹി ചിന്താ കാ വിഷയ ഹേ, ഇങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കിതൊരു ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ക്യാ യഹി ഭാരതവർഷ് ജിസ്കാ സപ്ന തിലക് അവർ ഗാന്ധിനെ ദേഖാതാ. അപ്പം ലേഖകൻ ചോദിക്കുകയാണ് നമ്മളോട്, ബാലഗംഗാധര തിലകനും മഹാത്മാഗാന്ധിയൊക്കെ കണ്ട ഭാരതവർഷം, ആർഷഭാരതം ഇതാണോ? അവർ സ്വപ്നം കണ്ട ഭാരതം ഇതാണോ? രവീന്ദ്രനാഥ ടാഗോർ और मदन मोहन मालवीय का महान संस्कृति सभ्य भारतवर्ष किस अदिति के गह्वर में डूब गया. മദൻ മോഹൻ മാളവികയും രവീന്ദ്രനാഥ ടാഗോറും ഒക്കെ കണ്ടിട്ടുള്ള ആ മഹത്തായ സംസ്കൃതി, ആർഷഭാരത സംസ്കൃതി ഏത് അതീതിക്ക് ഗഹ്വർമേം ഡൂബ് ഗയ, അതീത് ഒരു അതീത് എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ ഏത് വലിയ ഗുഹയിലാണ്, ഏത് വലിയ ഗട്ടറിലാണ്, ഏത് വലിയ ഗർത്തത്തിലാണ് മുങ്ങിപ്പോയത്. ആര്യ और द्राविड हिंदू और मुसलमान यूरोपीय और भारतीय आदर्शों की मिलन भूमि മാനവ മഹാസമുദ്ര ക്യാ സൂഖ് ഹി ഗയ. അപ്പോൾ ലേഖകൻ പറയുകയാണ് നമ്മളോട്, ആര്യ ദ്രാവിഡ്, ഈ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്ന ആര്യ സംസ്കാരവും ദ്രാവിഡ സംസ്കാരവും ഹിന്ദു മുസ്ലിം സംസ്കാരവും യൂറോപ്പീയ പാശ്ചാത്യ സംസ്കാരവും ഭാരതീയ ആദർശവും കി മിലൻ ഭൂമി, ഈ ഭാരതം എന്ന് പറയുന്ന ഈ ആര്യ ദ്രാവിഡ ഹിന്ദു മുസൽമാൻ യൂറോപ്പീയ ഇതിൻ്റെ ഈ സംസ്കാരങ്ങളുടെ എല്ലാം ഒരു സംഗമ ഭൂമിയാണ്. മാനവ മഹാസമുദ്ര ക്യാ സൂഖ് ഹി ഗയ, അങ്ങനെയുള്ള ആ ആർഷഭാരത സംസ്കാരത്തിൻ്റെ മാനവ മഹാസമുദ്രം വറ്റിപ്പോയോ എന്നാണ് കവി ചോദിക്കുന്നത്. മേരാ മൻ കഹ്താ ഹേ ഐസാ ഹോ നഹി സക്താ, ഐസാ ഹോ നഹി സക്താ. ലേഖൻ പറയുകയാണ്, ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഹമാരെ മഹാൻ മനീഷിയോം കെ സ്വപ്നം കാ ഭാരത് ഹേ ഔർ രഹേഗ, ഈ ഭാരതം എന്ന് പറയുന്നത് മഹർഷിമാരുടെ സ്വപ്നങ്ങൾ, അവരുടെ ദർശനം കൊണ്ടുണ്ടായ സംസ്കാരമാണ്. അതൊരിക്കലും ഇല്ലാതാവുകയില്ല, അത് അങ്ങനെ തന്നെ നിലനിൽക്കുക തന്നെ ചെയ്യും എന്നാണ് കവി പറയുന്നത്. സഹി ഹേ കി ഇൻ ദിനോം കുച്ച് ഏസാ മാഹോൽ ബൻ ഗയാ ഹേ कि ईमानदारी से मेहनत करके जीविका चलाने वाले निरीह और भोले भाले श्रमजीवी पिस रहे हैं और झूठ तथा फरेब का रोजगार करने वाले भल भूल रहे हैं. യഹി സത്യ ഹേ കി യഹി സഹി ഹേ, ഇത് സത്യമാണ്. എന്താണ് ഈ കാലഘട്ടത്തിൽ ഐസാ മാഹോൽ ബൻ ഗയാ ഹേ, മാഹോൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയർ, ഇങ്ങനത്തെ ഒരു കാലഘട്ടമാണ്, ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിട്ടുണ്ട്. എന്താണ്? ഈമാൻധാരി സെ മെഹനത് കർക്കെ ജീവിക ചലാനെ വാലെ, കഷ്ടപ്പെട്ട് സത്യസന്ധരായിട്ട് കഷ്ടപ്പെട്ട് മെഹനത് കർക്കെ, ഈമാൻദാരി സത്യസന്ധമായിട്ട്, മാഹോൽ അറ്റ്മോസ്ഫിയർ, ഈമാൻദാരി സത്യസന്ധമായിട്ട്, മെഹനത് കർക്കെ കഠിനാധ്വാനം ചെയ്ത്, ജീവിക ചലാനെ വാലെ നിരീഹ് അവർ ഭോലെ ഭാലെ ശ്രമജീവി. നിരീഹ് എന്ന് പറഞ്ഞാൽ ആരോടും വലിയ വ്യക്തി വിദ്വേഷമൊന്നുമില്ലാതെ പാവ ആളുകൾ, ആരോടും പ്രത്യേകിച്ചൊരു വിദ്വേഷവും ഇല്ലാതെ ജീവിക്കുന്ന ഭോലെ ഭാലെ നിഷ്കളങ്കരായ ശ്രമജീവികൾ. പീസ് രഹേഹെ, അവർ തീർച്ചയായും അടിച്ചമർത്തപ്പെടുന്നുണ്ട്. അവർ ചൂട് തഥാ ഭരേബ് കാ റോജ്ഗാർ കർണവാലെ ഭൽ ഭൂൽ രഹേ ഹേ, അതിനോടൊപ്പം തന്നെ കള്ളത്തരവും, ഭരേബ് കാ മതലബ് ഹേ ധോക്ക, വഞ്ചനയും കളവും, ചൂട്ട് അസത്യം, അസത്യത്തിലൂടെയും ധോക്കയിലൂടെയൊക്കെ ഉള്ള റോജ്ഗാർ എന്ന് വെച്ചാൽ പേശ, തൊഴിൽ ചെയ്ത്, അതായത് ചതിയും വഞ്ചനയും ഒക്കെ ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ. ഭൽ ഭൂൽ രഹേ ഹേ, ഭൽ ഭൂൽ രഹനാച്ച അഭിവൃദ്ധി ഹോന, അവരുടെ ജീവിതത്തിലെ ഭൗതികമായ ഒരുപാട് നേട്ടങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്നും കഷ്ടപ്പാട് തന്നെയാണ്. സത്യസന്ധരായിട്ട് ജോലി ചെയ്ത് പരിശ്രമിച്ച് ജീവിക്കുന്ന ആളുകൾ ഇന്ന് വളരെയേറെ കഷ്ടപ്പാടാണ് അനുഭവിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ എപ്പോഴും കഷ്ടപ്പാട് മാത്രമാണ്. പക്ഷേ കള്ളത്തരവും കൊള്ളയും ചതിയും വഞ്ചനയും ഒക്കെ കൂടി ഉള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾ നല്ല രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഈമാൻദാരിക്കോ മൂർഖതാക്ക പര്യായ സംസാ ജാനേ ലഗാഹേ, ഇന്ന് സത്യസന്ധത എന്ന് പറയുന്നത് വിഡ്ഢിത്തത്തിൻ്റെ പര്യായമാണ്. അതിൽ സത്യസന്ധരായിരുന്നിട്ടൊന്നും വലിയ കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സച്ചായി കേവൽ ഭീരു ഔർ ബേബസ് ലോകോ കെ ഹിസേ പടി ഹേ, ഈ സത്യസന്ധത എന്ന് പറയുന്നത് ഭീരുക്കളായ ആളുകളും ബേബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നിസ്സഹായരായിട്ടുള്ള ആളുകളുടെ കാര്യമാണ്. അവർക്ക് മാത്രമാണ് ഈ ഭയമുള്ളൂ. സച്ചായി സത്യസന്ധതയൊക്കെ അവർ നോക്കണുള്ളൂ. കാരണം അവർ ഭീരുക്കളാണ്, അവർ നിരാശ്രയരാണ്, നിരാലംബരാണ്. और ऐसी स्थिति में जीवन के महामूल्यों के बारे में लोगों की आस्था हिलने लगी. ഈ സാഹചര്യത്തിൽ ആളുകളുടെ മനസ്സിൽ ജീവൻ കെ മഹാൻ മൂല്യോം കെ ബാരെ മേ ലോഗോं की आस्था ആളുകളുടെ വിശ്വാസം, ജീവിതത്തിലെ ശ്രേഷ്ഠമായ മൂല്യങ്ങളെക്കുറിച്ചുള്ള ആളുകളുടെ വിശ്വാസം ഹിൽനെ ലഗികെ ചെറുതായിട്ടൊന്ന് ഇളകാൻ തുടങ്ങി. വിശ്വാസം പതുക്കെ ഒന്ന് കുറഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ജീവൻ മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? ദയ, മമത, സാഹോദര്യം, സഹവർത്തിത്വം, പ്യാർ, പരോപകാർ, പ്രേമഭാവ്, ഈമാൻദാരി, സച്ചായി, കരുണ ആദി ഭാവ് ഹേ ജീവൻ കെ മഹാൻ മൂല്യ. അതിനെക്കുറിച്ചുള്ള ആളുകളുടെ വിശ്വാസം പതുക്കെ പതുക്കെ കുറഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. भारतवर्ष ने कभी भी भौतिक वस्तुओं के संग्रह को बहुत अधिक महत्व नहीं दिया है. उसकी दृष्टि से मनुष्य के भीतर जो महान आंतरिक गुण स्थित भाव से बैठा हुआ है वही ചരം और പരം ഹേ. ഭാരത സംസ്കൃതി എന്ന് പറയുന്നത് ഭൗതിക വസ്തുവോം കെ സംഗ്രഹക്കോ ബഹുത് അധികം മഹത്വ നഹീ ദിയാ ഹേ. ഈ ഭൗതിക സമ്പത്തുകൾ, സ്വത്ത്, പണം, സാധനങ്ങൾ, നമുക്കുള്ള ഭൗതികമായ വസ്തുക്കളുടെ സംഗ്രഹങ്ങൾക്ക് അധികം മഹത്വം കൊടുക്കാറില്ല. ഉസ്കി ദൃഷ്ടി സെ മനുഷ്യ കെ ഭീതർ ജോ മഹാൻ ആന്തരിക ഗുണ സ്ഥിരഭാവ് സെ ബൈഠാ ഹുവാ ഹേ വഹി ചരം ഔർ പരം ഹേ. അവരുടെ കാഴ്ചപ്പാടിൽ ഭാരത സംസ്കൃതി അനുസരിച്ച് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആന്തരികമായ ഗുണങ്ങൾ, ഏതൊരു ഗുണമാണ് സ്ഥിരമായ ഭാവത്തോടെ ഇരിക്കുന്നത്, അതായത് ദയ, മമത, പരോപകാരം, കരുണ, പ്രേമഭാവം, ഈമാൻദാരി, സച്ചായി മുതലായ ആ ആന്തരിക ഗുണങ്ങൾ സ്ഥിരമായിട്ട് ഇരിക്കുന്നത്, അതാണ് ചരമ ഔർ പരം ഹേ എന്ന് വെച്ചാൽ എക്സ്ട്രീമായിട്ടുള്ളത്. ചരം ഔർ പരം ക മതലബ് ഹേ എക്സ്ട്രീം, അതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. ലോഭ, മോഹ, കാമ, ക്രോധ ആദി വിചാർ മനുഷ്യ में स्वाभाविक रूप में विद्यमान रहते हैं. ലോഭം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാഗ്രഹം, മോഹം, കാമം, ക്രോധം, ദേഷ്യം എന്നീ മുതലായ നെഗറ്റീവ് ഗുണങ്ങളും മനുഷ്യൻ സ്വാഭാവിക രൂപസെ വിദ്യമാൻ ഹേ, സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ട്. पर उन्हें प्रधान शक्ति मान लेना और अपने मन तथा बुद्धि को इन्हीं के इशारे पर छोड़ देना बहुत बुरा आचरण है. പക്ഷേ ഈ കാമക്രോധ, ലോഭ, മോഹ മുതലായ നെഗറ്റീവ് വിചാരങ്ങളൊക്കെ പരമപ്രധാനമായ ശക്തിയാണെന്ന് വിചാരിച്ച് അവയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും അവയ്ക്ക് അനുസൃതമായിട്ട് ഉനീംകെ ഇശാരേപ്പർ ഈ കാമക്രോധ, ലോഭമോഹങ്ങൾക്കനുസരിച്ച് നമ്മുടെ മനസ്സിനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ വഹി ബുര ആചരൺ ഹേ, അത് തെറ്റായ ആചരണമാണ്. ഭാരതവർഷനെ കബീബി ഉനയും ഉചിത് നഹി മാന, ഒരിക്കലും ഭാരത സംസ്കൃതി അതിനെ ഉചിതമായി മാനിക്കുന്നില്ല, കണക്കാക്കുന്നില്ല. ഉനെ സദാ സംയം സെ ബന്ധൻ സെ ബാന്ധ് കർ രഖനെ കാ പ്രയത്ന കിയാ ഹേ. സ്വാഭാവികമായിട്ട് മനുഷ്യനിലുള്ള ഗുണമാണ് എന്ത്? കാമക്രോധ, ലോഭമോഹം എന്ന നെഗറ്റീവ് ക്വാളിറ്റീസ്. എന്നാൽ നമ്മൾ എന്താണ് ചെയ്തത്? ഉനെ സദാ സംയം കെ ബന്ധൻ സെ ബാന്ധ് കർ രഖനെ കാ പ്രയത്ന കിയാ ഹേ. നമ്മളതിനെയെല്ലാം സംയമനത്തോടു കൂടി നമ്മുടെ ഉള്ളിൽ തന്നെ ബന്ധിച്ച് നിർത്താനാണ് പ്രയത്നിക്കുന്നത്. പരന്ത് ഭൂഖയ്ക്ക് ഉപേക്ഷ നഹീം കീ ജാ സക്തി. നമുക്ക് വിശപ്പിനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. വിശപ്പ് നമുക്ക് ആവശ്യമാണ്. ജീവൻ നിലനിർത്താൻ നമുക്ക് വിശപ്പ് വേണം, ഭക്ഷണം കഴിക്കണം. ബീമാർക്കെ ലിയേ ദവാ കി ഉപേക്ഷ നഹീം കിയാ ജാ സക്തി. നമുക്ക് അസുഖം വന്നാൽ അതിന് മരുന്ന് കഴിക്കണം, അതിനെ നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. ഗുംരാഹ് को ठीक रास्ते पर ले जाने के उपायों की उपेक्षा नहीं की जा सकती. ഗുംരാഹ് का मतलब के गलत रास्ते पर चलने वाले, തെറ്റായ മാർഗത്തിലൂടെ നടക്കുന്ന ആളുകളെ ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരാനും നമുക്ക് ഉപേക്ഷ കാണിക്കാൻ പറ്റില്ല. അതെല്ലാം നമുക്ക് അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. हुआ यह है कि इस देश के कोटि कोटि दरिद्र जनों की हीन अवस्था को दूर करने के लिए ऐसे अनेक കായദെ കാനൂൻ ബനായേ ഗയേ ഹേ. എന്നാൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ഇസ് ദേശ് കെ കോടി കോടി ദരിദ്ര ജനവും കി ഹീന അവസ്ഥക്കോ ദൂർ കർണേ കെ ലിയേ. ഈ രാജ്യത്തെ കോടി മീൻസ് കോടിക്കണക്കിന് ദരിദ്ര ജനങ്ങളുടെ ഹീന അവസ്ഥക്കോ ദൂർ കർണേ കെ ലിയേ, ഹീന അവസ്ഥയെ, മോശമായ അവസ്ഥയെ ദൂരീകരിക്കുന്നതിന് വേണ്ടി അനേക കായദെ കാനൂൻ, കായദ എന്ന് വെച്ചാൽ ചട്ടങ്ങൾ, അനേകം ചട്ടങ്ങളും കാനൂൻ നിയമങ്ങളും ബനായേ ഗയേ ഹേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നമ്മുടെ ഭാരതത്തിലെ കോടിക്കണക്കിന് വരുന്ന ദരിദ്ര ജനങ്ങളുടെ മോശം അവസ്ഥയെ ദൂരീകരിക്കുന്നതിന് വേണ്ടി അനേകം ചട്ടങ്ങളും കായദെ കാനൂൻ ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ജോ കൃഷി, ഉദ്യോഗ, വാണിജ്യ, ശിക്ഷ और स्वास्थ्य की स्थिति को
अधिक उन्नत और सुचारू बनाने के लक्ष्य से प्रेरित है. ആ നിയമങ്ങളും ചട്ടങ്ങളുമെല്ലാം കൃഷി, ഉദ്യോഗം എന്ന് വെച്ചാൽ വ്യവസായം, വാണിജ്യം, ശിക്ഷ, എഡ്യൂക്കേഷൻ, സ്വാസ്ഥ്യ, ആരോഗ്യം മുതലായ സ്ഥിതികളുടെ അധികം ഉന്നതവും ഉയർച്ചയും സുചാരവും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോവുക എന്ന ലക്ഷ്യത്തോടു കൂടി ബനാനയ്ക്ക് ലക്ഷ്യസെ പ്രേരിതഹേ, അവയൊക്കെ നന്നായി കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടില്ല. പരന്തു ജിൻ ലോകോക്കോ ഇൻ കാര്യമേ ലക്താഹേ, എന്നാൽ ഏതാളുകളാണോ ഈ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാർ ഇതിനെ ഏത് ആളുകളുടെ കൈകളിലാണോ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്, രാഷ്ട്രീയക്കാരാവട്ടെ, ഭരണപരമായ ആളുകളാവട്ടെ, നേതാക്കന്മാരാകട്ടെ, ഉദ്യോഗസ്ഥരാകട്ടെ, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളുകൾ ഉസ്കാ മൻ സബ് സമയ പവിത്ര നഹീ ഹോത്ത, അവരുടെ കൈകൾ, ഈ ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളുടെ എല്ലാം കൈകൾ എല്ലായ്പ്പോഴും ഉൻകാ മൻ, അവരുടെ മനസ്സ് എപ്പോഴും പവിത്രമല്ല. പ്രായഹ മിക്കവാറും വേഹി ലക്ഷ്യക്കോ ഭൂൽ ജാത്തേഹെ, അവരാ ലക്ഷ്യത്തെ തന്നെ മറന്നുപോകും. അവർ അപ്പനേഹി സുഖ സുവിധാക്കി ഓർ ജ്യാദാ ധ്യാൻ ദേനെ ലഗ്തഹെ, എന്നിട്ട് എന്താ ചെയ്യുന്നത്, അപ്പനേഹി സുഖ സുവിധാക്കി ഓർ ധ്യാൻ ദേത്താഹേ, തൻ്റെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും തനിക്ക് സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടി അതിനെ ഉപയോഗിക്കുന്നു. ലക്ഷ്യത്തെ തന്നെ അവർ മറന്നു പോകുന്നു. എന്ത് ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യം പോലും അവർ മറന്നിട്ട് അവരെ സ്വയം തൻ്റെ പോക്കറ്റ് നിറയ്ക്കാനായിട്ടാണ് നോക്കുന്നത്. ഭാരതവർഷ സദാ കാനൂൻ കോ ധർമ്മ കെ രൂപമേം ദേഖ്താ ആ രഹാ ഹെ, ഈ ആർഷഭാരത സംസ്കൃതി എപ്പോഴും നിയമത്തെ ധർമ്മമായിട്ടാണ് കാണുന്നത്. ആജ് എക്കായെ കാനൂൻ ഔർ ധർമ്മമേ അന്തർ കർ ദിയാ ഗയാ ഹെ, എന്നാൽ ഇന്ന് പെട്ടെന്ന് ഈ ധർമ്മത്തിനും നിയമത്തിനുമുള്ള ഒരു അന്തരം ഉണ്ടായിട്ടുണ്ട്. ധർമ്മക്കോ ധോക്ക നഹീ ദിയാ ജാ സക്ത, നമുക്ക് ധർമ്മത്തെ ഒരിക്കലും വഞ്ചിക്കാൻ പറ്റില്ല. ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മം, അതിനാണ് ധർമ്മം എന്ന് പറയുന്നത്. ഈശ്വരൻ, അത് നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിന് അതിനെ ഈശ്വരൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന്. അപ്പോൾ അതിനെ നമുക്ക് ഒരിക്കലും വഞ്ചിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ കാനൂൻ കോ ദിയാ ജാ സക്താ ഹെ, പക്ഷേ നമുക്ക് നിയമത്തെ പറ്റിക്കാനായിട്ട് പറ്റും. ഏക് ഹി കാരൺ ഹെ കി ജോ ലോഗ് ധർമ്മഭീരു ഹെ വേ കാനൂൻ കി ത്രുടിയോം സെ ലാഭ് ഉടാനെ മേ സങ്കോചന കീങ്കർത്തെ, അതുകൊണ്ട് തന്നെയാണ് കുറേ ആളുകൾ, ധർമ്മഭീരുക്കളായ ആളുകൾ, ധർമ്മത്തെ പറ്റിക്കാൻ പറ്റില്ല പക്ഷേ നിയമത്തെ പറ്റിക്കാൻ പറ്റും. അതുകൊണ്ട് നിയമത്തിൻ്റെ ത്രുടിയോം സെ ലാഭ് ഉടാനെ മേ സങ്കോചന കീങ്കത്തെ, അതായത് നിയമത്തിൻ്റെ പഴുതുകളിലൂടെ, ത്രുടി എന്ന് വെച്ചാൽ തെറ്റ് എന്നാണ് അർത്ഥം. നിയമത്തിന് ചില തെറ്റായ വശങ്ങളുണ്ട്, അതായത് ചില പഴുതുകളുണ്ട്. അതിലൂടെ തൻ്റെ വ്യക്തിഗതമായ ഉന്നമനത്തിന് വേണ്ടി, വ്യക്തിഗതമായ ലാഭം ഉണ്ടാക്കാനായിട്ട് അവർക്കൊരിക്കലും സങ്കോചമില്ല. അത് തെറ്റാണ് ഞാൻ ചെയ്യുന്നത് എന്ന് അവർക്ക് ഒരു ചിന്തയുമില്ല. കാരണം അവർ നിയമത്തിൻ്റെ പഴുതുകളിലൂടെ നിയമത്തിനെ വെട്ടിച്ച് അവർ ചെയ്യുന്നതാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ധർമ്മത്തിനെ ഒരിക്കലും നമുക്ക് പറ്റിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കും എന്നുള്ള ആ ധർമ്മത്തിൻ്റെ കാഴ്ചപ്പാട് ഈശ്വരൻ ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളത് അവർക്കറിയാം. എന്നാൽ പോലും അവർ നിയമത്തെ വഞ്ചിച്ച് സ്വന്തം കാര്യം അവർ ശ്രമിക്കുന്നു. ഇസ് ബാത് കെ പര്യാപ്ത പ്രമാൺ खोजे जा सकते हैं कि समाज के ऊपरी वर्ग में चाहे जो भी होता रहा हो, भीतर भारतवर्ष अब भी यह अनुभव कर रहा है कि धर्म कानून से बड़ी चीज़ है. इस बात का, അതായത് നിയമത്തെ പറ്റിച്ച ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കിട്ടും. പക്ഷേ സാമാജിക ഊപ്പരി വർഗം ചാഹെ ജോബി ഹോത്ത രഹാഹോ, ഈ സമൂഹത്തിന് ഈ ഊപ്പരി വർഗ് എന്ന് പറയുന്ന ആരാണ്? ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളും രാഷ്ട്രീയക്കാരും ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെയാണ് ഉന്നത വർഗ് എന്ന് പറയുന്നത്, ഊപ്പരി വർഗ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾക്ക് കിട്ടും. എന്നാൽ പോലും ഭീതർ ഭാരതവർഷ ഭൂമി യഹ അനുഭവ കർ രഹാഹേ, എന്നാലും ഉള്ളിൽ എപ്പോഴും ആർഷഭാരത സംസ്കൃതി ഇത് അനുഭവിക്കുന്നത് എന്താണ്? ധർമ്മ കാനൂൻ സേ ഭി ബഡി ചീസ് ഹേ, ധർമ്മം എന്ന് പറയുന്നത് നിയമത്തേക്കാൾ വലുതാണ്. അബുബി സേവ ഈമാൻദാരി സച്ചായി और आध्यात्मिकता के मूल्य बने हुए हैं. ഇന്നും സേവ, സർവീസ്, ഈമാൻദാരി, സത്യസന്ധത, സച്ചായി, നന്മ, ഗുണം, ആധ്യാത്മികത, ഈ മൂല്യങ്ങളെല്ലാം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഭേദബ് അവശ്യകയെ, തീർച്ചയായും അവ കുറച്ച് അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട്. ലേക്കിൻ നഷ്ടനഹി ഹുവേ ഹേ, എന്നാൽ നഷ്ടമായിട്ടില്ല. ആജ് വഹു മനുഷ്യസെ പ്രേം കർത്താ ഹേ, ഇന്നും മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുന്നു. മഹിളാവം കാ സമ്മാൻ കർത്താ ഹേ, സ്ത്രീകളെ ആദരിക്കുന്നു. ഛൂട്ട് ഔർ ചോരി കോ ഗലത് സമജ്താ ഹേ, കള്ളം പറയുന്നതും മോഷണം ചെയ്യുന്നതും തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു. ദൂസറോം കോ പീഡ പാകുഞ്ചനെ കോ പാപ് സമജ്താ ഹേ, മറ്റുള്ളവർക്ക് പീഡ നൽകുന്ന, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് പാപമാണെന്ന് മനസ്സിലാക്കുന്നു. ഹർ ആദ്മി
अपने വ്യക്തിഗത ജീവൻ में इस बात का अनुभव करता है. ഓരോ വ്യക്തികളും തൻ്റെ വ്യക്തിഗതമായ ജീവിതത്തിൽ ഇതിനെല്ലാം അനുഭവിക്കുന്നുണ്ട്, അവർ മനസ്സിലാക്കുന്നുമുണ്ട്. समाचार पत्रों में जो भ्रष्टाचार के प्रति इतना आक्रोश है, എന്നാൽ സമാചാർ പത്രമേ ഈ ന്യൂസ് പേപ്പറുകളിൽ ഭ്രഷ്ടാചാർക്കെ പ്രതി ഇത്തന ആക്രോശയെ, ഭ്രഷ്ടാചാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കൈക്കൂലിയെക്കുറിച്ച് ഇത്രമാത്രം ആക്രോശം എന്ന് വെച്ചാൽ ഒച്ചപ്പാട്, ബഹളം, അതിനെതിരെ ഉള്ള ശബ്ദമുയർത്തുന്നത് എന്താണ്? വഹി സ്ഥാപിത് കർത്താഹേക്ക്, അത് ഇതാണ് സ്ഥാപിക്കുന്നത്. സ്ഥാപിത് കർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കുക, തെളിയിക്കുന്നത് എന്താണ്? कि हम ऐसी चीज़ों को गलत समझते हैं. നമ്മൾ ഇത്തരം കാര്യങ്ങൾ, ഈ കളവ്, ചതി, വഞ്ചന, झूठ बोलना, तस्करी, चोरी, डकैती, ठगी आदि बातें गलत चीज़ें समझते हैं, गलत ആണ് എന്ന് മനസ്സിലാക്കുന്നു. इसलिए समाचार पत्रों में इसके प्रति इतना आक्रोश വരേരത്തേക്ക്. അതുകൊണ്ടാണ് പത്രമാധ്യമങ്ങളിലും ഇവിടെ എല്ലാം ഇതിനെതിരെ ഒരുപാട് ന്യൂസുകൾ പ്രചരിക്കുന്നത്. और इन्हीं चीज़ों को गलत समझते हैं और समाज में उन तत्वों की प्रतिष्ठा कम करना चाहते हैं. ഈ സമൂഹത്തിൽ ഈ ചോരി, തസ്കരി, ഡക്കൈതി മുതലായ കാര്യങ്ങളെ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ജോ ഗലത്ത് തരീക്കെ സെ ധൻ യാ മാൻ സംഗ്രഹ കർത്തേ ഹെ. ഏതൊരാളാണോ തെറ്റായ മാർഗത്തിലൂടെ ധനവും, മാൻ എന്ന് വെച്ചാൽ പ്രശസ്തിയും പൊസിഷനും സ്ഥാനമാനങ്ങളുമെല്ലാം നേടിയെടുക്കുന്നത്, അത് തെറ്റാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പത്രങ്ങളിലും മറ്റും ഇത്തരത്തിലുള്ള നെഗറ്റീവുള്ള വാർത്തകൾ, ഭ്രഷ്ടാചാരത്തെക്കുറിച്ചും ചോരിയെക്കുറിച്ചും ठगीയെക്കുറിച്ചും ठगैदिയെക്കുറിച്ചും ഒക്കെ ഒരുപാട് വാർത്തകൾ വരുന്നത്. ദോഷം കാ പർദാഭാസ് കർണ ബുരി ബാത്ത് നഹി ഹെ. ദോഷങ്ങളെ പർദാഭാസ് കർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരിക, പർദ്ദ മാറ്റി കാണിക്കുക, ഡിസ്കവർ ചെയ്യുക എന്ന് പറയുന്നത് ബുരി ബാത്ത് നഹി ഹെ, ചീത്ത കാര്യമല്ല. ബുരായി യഹ് മാലൂം ഹോത്തി ഹെ കി കിസി കെ ആചരൺ കെ ഗലത്ത് പശു കോ ഉദ്ഘാടിത് കർക്കെ ഉസ്മേ രസ് ലിയാ ജാതാ ഹെ. പക്ഷെ തെറ്റ് എന്ന് പറയുന്നത് ഒരാളുടെ തെറ്റായ പക്ഷത്തെ എടുത്തു കാണിച്ചിട്ട്, ഉദ്ഘാടിത് കർക്കെ എടുത്തു കാണിച്ചിട്ട്, തുറന്ന് കാണിച്ചിട്ട്, ഉസ്മേ രസ് ലിയാ ജാതാ ഹെ, അതിൽ രസം ഉൾക്കൊള്ളുക. അവർ ദോഷോദ്ഘോടനക്കോ ഏകമാത്ര കർത്തവ്യം മാൻ ലിയാ ജാതാ ഹെ. ഈ തെറ്റിനെ എടുത്തു കാണിക്കുക മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നതും, ആ തെറ്റ് മറ്റുള്ളവർ ചെയ്ത ആ തെറ്റിനെ എടുത്തു കാണിച്ചിട്ട് അതിൽ രസം ഉൾക്കൊള്ളുകയും ചെയ്യുന്നതാണ് തെറ്റ്. ദോഷത്തെ പുറത്ത് കൊണ്ടുവരിക എന്നത് തെറ്റായ കാര്യമല്ല. ബുരായ്മ രസലേന ബുരി ബാത്ത് ഹെ. ഈ ചീത്ത കാര്യങ്ങളിൽ രസം ഉൾക്കൊള്ളുക എന്ന് പറയുന്ന, ആനന്ദിക്കുക എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. അച്ചായ്മ ഉത്തനാഹി രസിലേക്ക് ഉജാഗർ ന കർണ ഔർ ഭീ ബുരി ബാത്ത് ഹെ. എന്നാൽ നന്മയെ എടുത്തു കാണിക്കാതിരിക്കുകയും അതിനെ ആസ്വദിക്കാതിരിക്കുക, അതിനെ നല്ല രീതിയിൽ കാണാതിരിക്കുകയും ചെയ്യുന്നത്, നല്ല കാര്യങ്ങളിൽ രസം കാണാതിരിക്കുക ചെയ്യുന്നത് ഔർ ഭീ ബുരി ബാത്ത് ഹെ, തെറ്റായ കാര്യം ആണ്. സൈക്കടോं घटनाएं ऐसी घटती है जिन्हें उजागर करने से लोक चित्त में अच्छाई के प्रति अच्छी भावना जगती है. നൂറുകണക്കിന് സൈക്കടോം ഘടനായും നൂറുകണക്കിന് അനുഭവങ്ങൾ ഘടത്തി ഹേ, ഏസി ഘടത്തി ഹേ ജിസെ ഉജാഗർ കർക്കെ ലോക ചിത്ത് മേ അച്ചായി കെ പ്രതി അച്ചി ഭാവന ജഗതി ഹേ. അതായത് മനുഷ്യൻ്റെ മനസ്സിൽ നന്മകളുണ്ട് എന്ന് പറയുന്ന, നന്മകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നൂറ് കണക്കിന് അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എടുത്തു കാണിക്കാനായിട്ട് പറ്റും. നമ്മുടെ മനസ്സിൽ നല്ല ഭാവന ഉണർത്തുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അപ്പം ലേഖൻ തൻ്റെ ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങളാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. एक बार रेलवे स्टेशन पर टिकट लेते हुए गलती से मैंने 10 रुपये के बजाय 100 रुपये का नोट दिया. ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ 10 രൂപയ്ക്ക് പകരം 100 രൂപയുടെ നോട്ട് കൊടുത്തു. मैं जल्दी गाड़ी में आकर बैठ गया. ലേഖൻ പെട്ടെന്ന് തന്നെ വന്ന് വണ്ടിയിലിരുന്നു. दौड़ी ही दर में टिकट बाबू उन दिनों के सेकंड क्लास डिब्बे में हर आदमी का चेहरा पहचानता हुआ उपस्थित हुआ. ഒരല്പം നേരം കഴിഞ്ഞപ്പോഴത്തേനും ആ ടിക്കറ്റ് കൗണ്ടറിലിരിക്കുന്ന ആൾ സെക്കൻഡ് ക്ലാസ് ഡിബയിൽ വന്നിട്ട് ഓരോ ആളുകളെ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. उसने मुझे पहचान लिया और बड़ी विनम्रता के साथ मेरे हाथ में 90 रुपये रख दिए और बोला. അപ്പോൾ ലേഖൻ്റെ അടുത്ത് വന്നു, ലേഖനെ മനസ്സിലാക്കി. അപ്പം ലേഖനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വെടി വിനമ്രതാസെ, വളരെയേറെ വിനമ്രതയോടുകൂടി, വിനയത്തോടു കൂടി അദ്ദേഹം ലേഖൻ്റെ കയ്യിൽ 90 रुपये 90 രൂപ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, യഹ് ബഹുത്ത് ഗൽത്ത് ഹോ ഗയി, വളരെ തെറ്റാണ് പറ്റിയത്. ആപ്നെ ബി നഹീ ദേഖാ, മേനെ
मैं भी नहीं देखा. താങ്കളും നോക്കിയില്ല, ഞാനും നോക്കിയില്ല, നമുക്ക് വലിയൊരു തെറ്റാണ് പറ്റിയത് എന്ന് പറഞ്ഞിട്ട് ഉസ്കെ ചെഹ്റെ പർ ഏക്ക് വിചിത്ര സന്തോഷ് കി ഗരിമാ दी. അദ്ദേഹത്തിൻ്റെ മുഖത്ത് വളരെയേറെ വലിയൊരു കാര്യം ചെയ്ത് ആ ഒരു സന്തോഷം കാണാനായിട്ട് സാധിച്ചു. മീൻ ചകിത് രഹ് ഗയ. ലേഖൻ ഈ തട്ടിപ്പും വഞ്ചനയും ചതിയും കൊള്ളയൊക്കെ നടക്കുന്ന ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് ലേഖനെ അന്വേഷിച്ച് പിടിച്ചാൽ 90 രൂപ ടിക്കറ്റ് ബാബു കൊണ്ട് കൊടുത്തപ്പോഴത്തേനും ലേഖൻ എന്തെന്നില്ലാത്ത ഒരു ആശ്ചര്യമാണ് തോന്നിയത്. ലേഖൻ പറയാണ്, കൈസേ കഹൂം കി ദുനിയാ സേ സച്ചായി ഔർ ഈമാൻദാരി ലുപ്ത് ഹോ ഗയി ഹെ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ കഴിയും ലോകത്ത് നിന്ന് നന്മയും സത്യസന്ധതയും ഇല്ലാതായി എന്ന്? ലുപ്ത് ഹോന വെച്ചാൽ ഇല്ലാതാകുക. വൈസി അനേക് അവാഞ്ചിത് ഘടനായേം ഭി ഹെ പരന്തു ഏക് ഘടന ടക്കി ഔർ വഞ്ചന കി അനേക ഘടനാവും സെ അധിക ശക്തിശാലി ഹെ. ഇതുപോലത്തെ ഒരു ഘടന മതി, ഒരു സംഭവം മതി. ഇതുപോലത്തെ അനേകം ലോകത്ത് ഇഷ്ടപ്പെടാത്ത കളവിൻ്റെയും ചതിയുടേതുമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ അതേപോലുള്ള അനേകം സംഭവങ്ങളുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു അനുഭവം മതി. അത് ഈ അനേകം സംഭവങ്ങളെക്കാൾ വളരെയേറെ ശക്തിശാലിയാണ്. और एक अनुभव, एक बार मैं बस में यात्रा कर रहा था. ഒരു പ്രാവശ്യം ലേഖൻ ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. സാത്ത് മേരി പത്നി അവർ ബച്ചേ ഭീ ഥേ. എൻ്റെ കൂടെ എൻ്റെ കുട്ടിയും പത്നിയും കുട്ടികളും ഉണ്ടായിരുന്നു. ബസ് മേ കുച്ച് ഖരാബി ഥി. ബസ്സിന് എന്തോ ഒരു തകരാറുണ്ടായിരുന്നു. രുക്ക് കർ ചൽത്തി ഥി. ബസ് പതുക്കെ നിന്നാണ് പോയിരുന്നത്. ഗന്തവ്യ സെ കോയി 8 കിലോമീറ്റർ പകലേ ഹി एक നിർജ്ജൻ സുൻസാൻ സ്ഥാൻ മേ ബസ്സിനെ ജവാബ് ദേ ദിയ. അതായത് ഗന്തവ്യം എന്ന് വെച്ചാൽ നമുക്ക് പോകേണ്ട സ്ഥലം, വേർ ടു ഗോ, എവിടെയാണോ നമുക്ക് പോകേണ്ടത് അതിനാണ് ഗന്തവ്യം എന്ന് പറയുന്നത്. അതിനൊരു 8 കിലോമീറ്റർ മുമ്പേ തന്നെ ബസ് നമുക്ക് ഒരു നിർജ്ജൻ സുൻസാൻ സ്ഥാൻമേ, ഒരു ആളൊഴിഞ്ഞ ഒരു ഏകാന്തമായ ഒരു സ്ഥലത്തെത്തിയ ബസ് നമുക്ക് പണി തന്നു. അതായത് ബസ് പണി മുടക്കി. രാത് കോ കോയി 10 ബജേ ഹോങ്കെ. രാത്രി ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ടാവും. ബസ് രാത്രി യാത്രി ഖബരാ ഗയെ. ബസ്സിലെ യാത്രക്കാരെല്ലാം പേടിച്ചു പോയി. കണ്ടക്ടർ ഉദർ ഗയ അവർ ഏക്ക് സൈക്കിൾ ലേക്കർ ചൽത്താ ബന. കണ്ടക്ടർ ഇറങ്ങിപ്പോയി, ഒരു സൈക്കിൾ എടുത്തിട്ട് എങ്ങോട്ടോ പോയി. ലോഗോं को संदेह हो गया कि हमें धोखा दिया जा रहा है. അപ്പോൾ ആളുകൾക്ക് സംശയമായി, നമ്മളെ ഇവർ ചതിക്കുകയാണോ, വഞ്ചിക്കുകയാണോ എന്ന് തോന്നി. ഇതിൻ്റെ ബാക്കി ഭാഗം പാർട്ട് 2 നമുക്ക് കാണാം.